Okay, let's go. Here we go. Yes. Screen ആണോ അതോ എന്റെ അമ്മോ കാണാത്ത എല്ലാരും വലിച്ചിട്ടുണ്ട്. ഇനി ആയിരിക്കും കാണാത്തവരില്ലല്ലോ. ഇപ്പൊ കാണുന്നുണ്ട്, ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ. പക്ഷെ ഇവിടെ ഹെലി ഇല്ലല്ലേ, വണ്ടി ഇല്ലല്ലോ ഇവിടെ. ഇത് മറ്റേ പഴയ ഡ്രസ്സുകളെല്ലാം കൂടെ വരുന്ന രീതിയിലാണ് വന്നുള്ളത്. സെറ്റ്. ലെഫ്റ്റ് സൈഡ് കാണുന്നില്ല. ഒന്ന് ഇതിന്റെ ലോഡായിട്ടില്ല, അത് ലോഡായിട്ടില്ല. എനിക്കൊന്ന് അത് ഹുഡിയുടെ വരുന്നത്. അത് മറ്റേ ഇല്ല, ആ ഡ്രസ് ആ ഡ്രസ് വന്നിട്ടില്ല. ഓക്കെ, സമാധാനപ്പെടും. വണ്ടി ഡ്രാക്സ് ഇപ്പൊ ഫസ്റ്റ് വണ്ടിയാണ് നിങ്ങൾ കണ്ടുള്ളത്. ബാക്കി ഗൈസ് ഞാൻ പറയാതിരിക്കും, ഗൈസ് ഇവര് ചെയ്ത സംഭവം, ഈ ഒരു റിവീൽ ചെയ്യുന്ന സംഭവം ഞാൻ അടിപൊളിയായി ചെയ്തിട്ട് പറയാതിരിക്കാൻ വയ്യ. ആകെ ഈ ലാഗ്, ഈ ഡിലേ ആവുന്ന കാണാത്തതിന്റെ ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ കഷ്ടപ്പെട്ടവര് ചെയ്തിട്ടുള്ള എഫേർട്ടുകൾ ആലോചിച്ച് നോക്കുക. ഇത് സാധനം കണ്ടോ? അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ആ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് സത്യം പറഞ്ഞ പാളിച്ച വന്നുള്ള ഇവരെ സൈഡിൽ നിന്ന്. ഇത് കറക്റ്റ് പറഞ്ഞാൽ ഇത് നമുക്ക് അങ്ങനത്തും ഈ കാര്യങ്ങളൊന്നും പറയാത്തോണ്ട് എങ്ങനെ ചെയ്യേണ്ടത്, എവിടെ പോകേണ്ടത്, എന്താ ചെയ്യുന്നത്, നെക്സ്റ്റ് എന്താണെന്ന് അറിയില്ല. നമ്മള് സർപ്രൈസ് എന്താ ചെയ്യുന്നുള്ളത്. പഴയ വണ്ടി. ഓക്കെ. അതിന്റെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഇതൊക്കെ നോക്കി എന്ത് സംഭവം ഓർഡർ ചെയ്തു. വിഷയം സാറോ, ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടോ? അതൊക്കെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ ആകെ ഈ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ അത് ഇതിന്റെ നേരത്തെ എല്ലാരും കൂടെ ആയതുകൊണ്ട് ഉള്ള പ്രശ്നം കൊണ്ട് ലോഡാവാത്ത ഇഷ്യൂ ആണുള്ളത്. കുറച്ചേർക്ക് മറ്റേ തിരിച്ചിട്ടിട്ട് ഇതുള്ളത്. എങ്ങനെയുണ്ട് വണ്ടി? 6x6 ആണ് ഗോസ്റ്റ് എന്ന് പറഞ്ഞത്. കടുവ പട്ടിയോ? കടുവ എഡിഷൻ, ഓഫ് റോഡ് എഡിഷൻ. കടുവ ഇത് ഓഫ് റോഡ് എഡിഷൻ. നമ്മുടെ കടുവയുടെ അതെ കടുവയുടെ പണ്ട് ഫുൾ ഷീൽഡ് കാട്ടാളന്റെ ഡയലോഗ് ഇവിടെ ഇതൊരു മറ്റേ ഓഫ് റോഡ് എഡിഷൻ വണ്ടിയായിട്ട് അത് ഇറക്കിയില്ല. കാരണം എനിക്ക് രണ്ടാമത്തെ വണ്ടി ഓൾ ടൈം ഫേവറേറ്റ് കിടില സാധനം. ഒരു രക്ഷയില്ല. ചന്ദ്രയാൻ എഡിഷൻ. ഇതെന്താ നമുക്ക് പറഞ്ഞോടാ, കാണും പറയാം. ശരിയാ വാസു. പിന്നെ എടാ സെറ്റാ എവിടെ പോയോ?
ഓ എന്റെ അമ്മോ. നിങ്ങള് പോയോ എവിടെയെങ്കിലും ഇവിടെ വിഷയടാ, ഇത് എങ്ങനെയാടാ ഇങ്ങനെ? ഇത് ഓട്ടോമാറ്റിക് ആണ് കേസ്. അവിടുന്ന് നേരെ പോയി നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാണുന്നത്. ഹീലി എങ്ങനെയുണ്ട്? ഇതിന്റെ എന്റെ അമ്മോ. കൊച്ചുനെ അത് വിഷയം. വസുവനെ നിങ്ങൾ അങ്ങോട്ട് പോയിരുന്നോ? ഇതിന്റെ കളർ മാറ്റി നമുക്കും പറ്റേ. കാർലോ, ഹലോ കാർലോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതേ ആ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്ന ഹെലിയായിരുന്നു. അയ്യോ അയ്യോ ഇനിയിപ്പോ കുഴപ്പമില്ല, അതിന്റെ കളർ ചെയ്തൊക്കെ നടക്കാം. എന്നാ പിന്നെ ഈ ഹെലി ഞങ്ങള് കഴിഞ്ഞ വണ്ടി ഇറക്കിയില്ലേ, വണ്ടി ഇറക്കിയ സമയത്ത് അന്ന് ഹെലിക്ക് കസ്റ്റം നമ്മളിവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെയും പോയി. നിങ്ങള് പോയോ? ക്യാമറ പോയി. ഓ പിന്നെ ഹെലികോപ്റ്ററിനകത്ത് കൊണ്ടുപോയി. ഹെലി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല, വിഷയം സാധനമാണ് ഹെലി. ഇത് ഇങ്ങനെയല്ല, ഒന്ന് നേരിട്ട് ഒന്ന് നിലത്തിറങ്ങിയിട്ട് ഒന്ന് നേരം പോലെ കാണുമ്പോഴാണ് ഇതിന്റെ ബീസ് ലുക്ക് ഫീൽ ചെയ്യാം. ഇനിയിപ്പോ കുഴപ്പമില്ല, ഒരു കളർ ചേഞ്ച് ആക്കിട്ട് ഇറക്കാം. അതെ അതെ, കളർ ചേഞ്ച് ആക്കി ഞങ്ങൾ വേറൊരു രീതിയിലോട്ട് കൊണ്ടുവരാം. ഇത് ലീക്കായോടെ ഞാൻ പുതിയ തുടങ്ങി, ഇപ്പൊ പണി തുടങ്ങി. വേറെ ഓപ്ഷനില്ല. അതല്ലേ സ്വയം എടുത്തിരിക്കുന്നേ. നെക്സ്റ്റ് ഓക്കെ. ഞാൻ വണ്ടിയിലെത്തി. പഴയ കീര ഇത് നമ്മൾ ഓടിക്കുന്നു. ഇത് വണ്ടി ഇതിന്റെ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഒരു വണ്ടി കാണാനല്ലേ അല്ലേ? അതിന്റെ മൊത്തത്തിലുള്ള ഔട്ടർ വ്യൂ, പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ. കൊള്ളാം. ഇവിടെ എത്തിയോ? നോക്കി, ഇതാ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് കാണുന്ന, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ കാണുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ. ഇത് നോക്കിയേ. 6x6 നോക്ക് ഗൈസ്, കാണുന്ന ലുക്ക് നോക്ക്, ആ എടുപ്പ് നോക്കിയേ. എന്റെ അമ്മോ വിഷയം. കേറാൻ പറ്റാ? ഹോട്ട് വെയർ ഇല്ലല്ല, ഓടിക്കാൻ പറ്റില്ല. വരുന്ന സമയത്ത് ഇവിടുന്നുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റി ഫുൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടുന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഗേറ്റ് വെച്ചിട്ടില്ല, ഗേറ്റ് ഇവിടെ വെച്ചിട്ടില്ല. ഗേറ്റ് മറ്റേ ബഗ്ഗായല്ലേ? പക്ഷെ ഞാൻ ഇതാക്കട ഐഡിയടാ. അത് ഒരാളെ ഹലോ ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ ഒരു പാർക്കായിട്ട് പ്രഖ്യാപിച്ച ദിവസം അവിടെ രണ്ടു മൂന്ന് പറഞ്ഞു കിട്ടില്ലേ കപ്പിൾ സ്പോട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതാണ് ഇത് കപ്പിൾ സ്പോട്ട് ആവും തോന്നുന്നു. പെണ്ണിനെ കൊണ്ട് അടിച്ചു ഓടിക്കണം കേട്ടോ. വേറെ പ്രശ്നമുണ്ട്, പണ്ടത്തെ ബോർഡ് നമുക്ക് വേണം. എങ്ങനെ പിന്നെ നിനക്കൊക്കെ ഞാൻ വീട്ടിൽ ഓയോയും കൂടെ പണിയാം. മറ്റേ വെള്ളച്ചാട്ടം നൈസല്ലേ? സിമ്പിൾ 7 month ആണ്. ഇതിനിപ്പോ മറ്റേ ഡെയിലി മറ്റേ ടിക്കറ്റ് വെക്കേണ്ടി വരും, മറ്റേ എല്ലാവർക്കും എൻട്രൻസ് വെക്കാൻ കപ്പിൾ സ്പോട്ടില്. ഓ മറ്റേ ട്രീ ഹൗസിലെ ഏറ്റത്. ഞാനത് പറയാം. ഓ ഗരാജ് വിഷയം എന്റെ അമ്മോ. സത്യം കറക്റ്റ് കസ്റ്റംസിന്റെ ഇത്. എടാ ഇത് ഇതാണോ അങ്ങനെ വെച്ചിക്കാണോ? ഡെമോ പീസ് എല്ലാം വെച്ചില്ല. അതെ. ഓ എഞ്ചിനും ഇല്ലെന്നില്ലാതെ വെച്ചിക്കാണോ?
ഗ്രീൻ തീം പെയിന്റിങ് അതൊന്നും കൂടി ഇമ്പ്രൂവ് ആക്കാനുണ്ട്. അത് പറയാം. അതെനിക്കും അത് പോരായ്മയായിട്ട് തോന്നിയത്. കാരണം നമ്മളും ഗൈസ് നിങ്ങളെ പോലെ തന്നെ സബ്ജക്റ്റാ കാണണേ, അപ്പോഴാണ് നമ്മൾക്കും ഇതാവുന്നത്. വെള്ളം നിറയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ? വെള്ളം നിറച്ചിട്ടുണ്ട് നേരെ നമ്മുടെ ഒരാൾ ഇതാക്കാൻ നിക്കട, ഇത് അറിയുന്ന ഒരാള് ഗൈഡാ നിക്കുന്നല്ല. നമ്മളൊരു വൈബ് ചില്ലിംഗ് സ്പേസ്. ഇത് ഇറങ്ങാൻ പറ്റുന്നുള്ളോ? നടക്കാൻ പറ്റുന്നല്ലേ? അതിന് മേലെ ഗ്ലാസ് ഇട്ട് വെച്ചേക്കണേ. ഓഹോ ഓ ഇന്റീരിയർ കൊള്ളാം, നൈസ് ആയിട്ടല്ലേ? ഓ ഇതിന് കൊള്ളാം ഇന്റീരിയർ കൊള്ളാം. ബേസിക് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഓ സിമ്പിൾ തന്നെ അല്ലേ? എല്ലാം ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇത് ഇതിനായിരുന്നു ഇവിടെ പുല്ല്. നേച്ചർ പിന്നെ കുളിസിങ് കണ്ടെടുക്ക, അവിടുത്തെ കുളിസിങ് കട അബ്ബായി കൊടുക്കാം. വലിയ വീടിന്റെ അമ്മ എടാ നീ ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആവല്ലേ? ഇതെങ്ങനല്ലോ നമുക്ക് അമ്മായി കൊടുക്കാം. ബാക്കിലേക്കല്ലേ? കേറ് ഇത് കിച്ചൺ. ഓ സെറ്റ് മീറ്റിംഗ് റൂം സെറ്റ് കേട്ടാ. മീറ്റിംഗ് മീറ്റിംഗ് റൂമല്ല, ഫുഡ് കിച്ചൺ. ഞാൻ പറഞ്ഞ പുതിയ രീതിയില് മീറ്റിംഗ് റൂം അല്ല മീറ്റിംഗ് റൂം വേറെ ഉണ്ട്, വേറൊരു ഇത് ഇവിടെ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞേ. നമുക്ക് നാല് ഫർണിച്ചർ നമുക്കൊരു ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 40 പേര് 4 ഫർണിച്ചർ. ഞാനൊന്നും അറിയില്ല. ഒരു കുടുംബനാഥനായി മേൽക്കാണോ വെച്ച് നിങ്ങള് വാങ്ങിച്ച അതേ കടന്ന് വാങ്ങിച്ചു. ആ ക്വാളിറ്റി ഉണ്ട്. ഓ ഇവിടെ ഈ മുറി ഞാൻ കണ്ടില്ല. അതാണ് അപ്പൊ പണിയില്ല എനിക്ക് മനസ്സിലായി. അപ്പാപ്പ പിന്നെ ഇത് നമ്മുടെ ബ്ലൂ തീം ആക്കില്ല. അതേപോലെ കൊണ്ടുവന്നോ? ഓ ശരി, വിഷയം